ഹലോ ഗൈസ്, നമ്മൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു യാത്ര പോവുകയാണ്. എവിടെ നിന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്? പറയാം. നമ്മൾ പോകുന്നത് ബോണക്കാട് ടീ എസ്റ്റേറ്റും ഫാക്ടറിയും കാണാനാണ്. പിന്നെ അതിൻ്റെ കൂടെ ബംഗ്ലാവും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്തതെന്ന് പറയുന്നത്, നേരെ നമ്മളെ വിതുര ബസ് സ്റ്റാൻഡിൽ പോയി അവിടുന്ന് ബോണക്കാട് ബസ് എടുത്ത് 33 രൂപ ടിക്കറ്റ് എടുത്ത് എൻ്റെ യാത്ര ആരംഭിച്ചു. മനോഹരമായ കാഴ്ചകൾ ഇരുവശങ്ങളിലും കണ്ടുകൊണ്ട് ബസ് നേരെ ബോണക്കാട്ടോട്ട് പോയി. നിങ്ങളിൽ പലരും ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും, പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. ഇരുവശങ്ങളിലും നല്ല മനോഹരമായ കാഴ്ചകൾ കാണാൻ സാധിച്ചു. അതിൻ്റെ കൂടെ തന്നെ ഈ കാണുന്ന വലതുവശത്ത് കാണുന്ന മലയാണ് അഗസ്ത്യമല. ഈ കാണുന്ന വീടുകളൊക്കെ അവിടുത്തെ വർക്കേഴ്സിൻ്റെ വീടുകളാണ്. ഞാൻ ചെന്നപ്പോൾ അവിടെ ഒരു സിനിമ ഷൂട്ടിംഗ് നടക്കുകയായിരുന്നു. ഈ കാണുന്നതാണ് ബോണക്കാട് പോസ്റ്റ് ഓഫീസ്. അവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ടെത്തിയാൽ ഒരു ചെറിയ ചായക്കട കാണാം. ഇവിടെ ബസ് നിർത്തും. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇവിടെ ഇറങ്ങി ചായ കുടിക്കാവുന്നതാണ്. അവിടെ ഒരു ബോർഡ് കാണാം, അഗസ്ത്യമല 22 കിലോമീറ്റർ. ഇവിടുന്ന് 22 കിലോമീറ്ററേ ഉള്ളൂ അഗസ്ത്യമലയ്ക്ക്. ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും, പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് പറഞ്ഞത് കേട്ടോ. ഇതാണ് ബംഗ്ലാവിൻ്റെ ഉൾഭാഗം. കുറേ ഫയലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പണ്ടത്തെ എഴുത്തും കാര്യങ്ങളൊക്കെയാണ്. ഫുള്ള് ജീർണിച്ച ഒരു അവസ്ഥയായി കേട്ടോ. ഗൈസ്, അപ്പോൾ ഇതാണ് പ്രശസ്തമായ ബോണക്കാട് എസ്റ്റേറ്റ്. അങ്ങറ്റം വരെ ഉണ്ട്. പറയാൻ മറന്നു, ബ്രിട്ടീഷ് ടച്ചിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആഹാ, പശു കണ്ടല്ലേ. പശുവിൻ്റെ കൊമ്പ് പോയിക്കാൻ ഇടിക്കുമെന്തോ. ഇത് വളർത്തണ പശുവാണെന്ന് തോന്നുന്നില്ല കേട്ടാ. വേണ്ട, ഇത് ഇടി വാങ്ങി വെറുതെ ആയി. കഴിച്ചപ്പോൾ ഡയലോഗ് കുറച്ചേ കാണുള്ളൂ, കൂടുതലും വിഷ്വലാണ് കേട്ടോ. കഴിച്ചപ്പോൾ എഞ്ചിൻ റൂമാണ് കേട്ടത്. ഇതാണ് മെഷീനറി. ഇത് ഫുള്ളും മിക്കവാറും ഇമ്പോർട്ടഡ് സാധനമായിരിക്കും. ഇവിടെ നിർമ്മിച്ചൊന്നും ആയിരിക്കില്ല, വെളിയിൽ നിന്ന് കൊണ്ടുവന്നായിരിക്കും കേട്ടോ. നല്ല സ്മെല്ലുണ്ട് കേട്ടോ. ഈ കരിയോല് അതിൻ്റെ സ്മെല്ല് പോലത്തെ നല്ല സ്മെല്ലുണ്ട്. നല്ല ഊക്കം മെഷീനറി കേട്ടോ. ഇതിൻ്റെ പേര് കണ്ടോ, ക്രോസ്ലി. ഇത് ഫ്ലൈ വീല് പോലെ തോന്നണം അല്ലേ? കറക്കി നോക്കാം. അയ്യോ, കറങ്ങില്ല, നല്ല വെയിറ്റ്. അതിൻ്റെ സ്വിച്ച് ബോർഡാണ് കേട്ടോ, കൺട്രോളിങ് സ്വിച്ച് ആണെന്ന് തോന്നുന്നു. ഗൈസ്, അപ്പോൾ ഇതാണ് ബ്ലോവർ ആണെന്ന് തോന്നണം കേട്ടോ. ഇത് ബ്ലോവർ ആണെന്ന് തോന്നണം. മറ്റേ തേയില ഇതിൻ്റെ അകത്തിട്ടാണ് ഉണക്കണെന്ന് തോന്നണം. ഫോർത്ത് എഞ്ചിനീയർ വർക്ക്, കാലിഫോർണിയ. ഇവിടുന്ന് ഒരു അസാധ്യ വ്യൂ ഉണ്ട് കേട്ടോ താഴോട്ട്. ഇതുണ്ടോ, നല്ല ഊക്കം മെഷീനറി കേട്ടോ. ഇത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇപ്പൊ ടാറ്റയിലെ കൺട്രോളിലാണ് ഈ ബംഗ്ലാവ് എന്നാണ് എൻ്റെ ഒരു അറിവ്. മറ്റൊരു കളഞ്ഞിട്ട് പോയല്ലോ ബ്രിട്ടീഷ്. ഇത് എയർ പോലുള്ള വെന്റാണെന്ന് തോന്നണം കേട്ടോ. ആഹാ, നല്ല അടിപൊളി വ്യൂ, പൊളി. എൻ്റെ മോനെ കിടില.
ഗൈസ് ഒരു ഓന്തിനെ കണ്ടു കേട്ടാ. ആ ഓടിക്കളഞ്ഞു. ഗൈസ് ഇപ്പോൾ ഇവിടെ ഒരു ചായക്കടയൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയൊരു കടയൊക്കെ ഉണ്ട്. വെള്ളമൊക്കെ വേണമെങ്കിൽ ഇവിടെ മാറ്റി കുടിക്കാം കേട്ടാ. എന്നുള്ള വിഷ്വൽ ഇതാണ് കേട്ടോ. ബംഗ്ലാവ് അല്ല, സോറി, ടീ എസ്റ്റേറ്റ്. മാറിപ്പോയി, പറഞ്ഞത് മാറിപ്പോയി. മറ്റേ സ്റ്റാഫിൻ്റെയൊക്കെ ഇതില്ലേ, എന്താ പറയാ, അവർക്കുള്ള റെസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ. ഗൈസ് ഇവിടെ ഒരു അഗസ്ത്യ മുന്നിൽ ഒരു ഇതുണ്ട് കേട്ടോ. ഗൈസ് ഒരു കാര്യം പറയാൻ മറന്നു കേട്ടാ. ഇതിന്റെ അപ്പുറം തമിഴ്നാടാണ്. തമിഴ്നാട് കേരള ബോർഡറാണ് കേട്ടത്. ഇതിന്റെ അപ്പുറം പോയ തമിഴ്നാടാണ്. ഇതിലേക്ക് വരാനുള്ള ഒരു വഴി ഉണ്ടായിരുന്നു. എന്ത് എളുപ്പമായിരുന്നല്ലേ ഗൈസ്. പണ്ട് ഈ നമ്മൾ പോണ വഴിയൊക്കെ ബ്രിട്ടീഷുകാർ ഓടിക്കളിച്ച് കിടന്ന വഴികളാണ് കേട്ടോ. അല്ല ആനയെങ്ങാനും ഉണ്ടോ എന്തോ. ഞാൻ പോവേന്ന്. ഗൈസ് അപ്പൊ ഇതിലേ പോണേന്ന് അഗസ്ത്യാർ കൂടെ പോണം കേട്ടോ. അങ്ങനെ ചുമ്മാ കയറി പോകാനും പറ്റൂല. ഫോറസ്റ്റിന്റെ പാസ് എന്തൊക്കെ വേണം. എപ്പോഴും പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് എനിക്ക് അറിഞ്ഞൂടാ അതിനെപ്പറ്റി. നല്ല രസമുണ്ട് കേട്ടാ. എന്താ ഒരു എരുമ കുറച്ച് നേരമായിട്ട് എന്നെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് കണ്ടു. അതിൻ്റെ സൈഡിൽ കൂടെ പോയപ്പോൾ ചെറിയ പേടിയുണ്ടായിരുന്നു. കാരണം ഓടിക്കൊണ്ടൊന്ന് ഇടിക്കുമെന്നൊരു പേടിയുണ്ടായിരുന്നു. രണ്ടും കളിപ്പിച്ച് അങ്ങ് യാത്ര മുന്നോട്ട് പോയി. ഈ കാണുന്ന ഇതൊക്കെ ഇവിടുത്തെ വർക്കേഴ്സിൻ്റെ ചെറിയ ചെറിയ ബിൽഡിങ്ങുകളാണ്, റെസ്റ്റ് ഹൗസാണ്. ഈ കാണുന്ന ഒരു ചർച്ചാണ് കേട്ടോ. ഒരു ചെറിയ ഒതുങ്ങി ഒരു ചർച്ചാണിത്. ഇത് കത്തോലിക്കനാണോ ഓർത്തഡോക്സ് ആണോ എന്ന് അറിയത്തില്ല. അറിയുന്നുള്ളൊരു കമൻറ്റ് ചെയ്യുക. ഇതാണ് അതിൻ്റെ മുൻവശം. ആ ആംബിയൻസിൽ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇത് ബോണക്കാട് പോസ്റ്റ് ഓഫീസാണ്. ഇവിടെ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. അടിച്ചപ്പോൾ കോട ഇറങ്ങി തുടങ്ങി കേട്ടോ. ഇവിടെ നിന്നുള്ള വ്യൂ ആണ്. നമുക്ക് പോകേണ്ടത് അങ്ങോട്ടാണ് കേട്ടോ. ഇവിടെ ഒരു അമ്പലമുണ്ട്, ഭദ്രകാളി അമ്മൻ ക്ഷേത്രം. നല്ല തണുപ്പടിച്ച് തുടങ്ങി കേട്ടോ. മഴ ഉടനെ പെയ്യുമെന്നാണ് തോന്നണം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ റേഷൻ കട കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഉണ്ടോ, പൂളി കേട്ടോ, ആടിപ്പൂളി. താഴെ ഒരു ഡാം പോലെ കാണുന്നുണ്ടോ? അത് കല്ലാറാണ്, ഡാമല്ല, കല്ലാറാണോ എന്ന് ഡൗട്ടുണ്ട് കേട്ടോ. ആണെന്ന് തോന്നുന്നു. നമ്മൾ ഈ വഴിയെ മുന്നോട്ട് കയറി പോവുകയാണ് കേട്ടോ. ഇപ്പോൾ വേർത്ത് കുളിച്ച് കുറേ ഉണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 4 കിലോമീറ്റർ കുത്തനെയുള്ള തേരി കയറാനുണ്ടായിരുന്നു. ഇപ്പോഴും എത്തിയില്ല, ഇനിയും കുറച്ചുകൂടെ മുന്നോട്ട് ചെല്ലണം, എന്നാലേ നമ്മൾ എത്തുള്ളൂ. ഇനി ഇവിടുന്ന് 2.5 കിലോമീറ്റർ കാണിക്കും. പശുക്കളൊക്കെ മേയുന്നു കേട്ടോ. ഫൈനലി നമ്മൾ നടന്ന് ബംഗ്ലാവിൻ്റെ അടുത്ത് എത്താറായി കേട്ടോ. ഇത് പണ്ടത്തെ ഏതോ ബിൽഡിങ്ങാണ്. ഒരു ചെറിയ നെഗറ്റീവ് എനർജി അടിക്കുന്നുണ്ട് കേട്ടോ അവിടുന്ന്. ബിൽഡിങ് ജനുവരി 1983. അതൊക്കെ അങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടുന്ന് ഒരു 200 മീറ്ററും കൂടെ ഉള്ളൂ ബംഗ്ലാവിലോട്ട്. വെളിയിൽ നിന്നുള്ള പ്രൈവറ്റ് വണ്ടി ഇവിടെ അലോഡ് അല്ല കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെയാണ് നടക്കുന്നത്. അല്ലേ നമുക്ക് ബൈക്കാ
കാറിലോ എന്തിനു വേണമെങ്കിലും വരാം. ഗൈസ്, ഫൈനലി നമ്മൾ നിഗൂഢമായ ആ ബംഗ്ലാവിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഏകദേശം 3/4 മണിക്കൂറിൻ്റെ നടത്തം ഉണ്ട് കേട്ടോ. 3/4 മണിക്കൂറായി നമ്മൾ നടന്ന് തുടങ്ങിയിട്ട്. 25 GB വായിക്കാൻ പറ്റുമോ? 25 GB. ഇതെന്തൊരു കൂടോത്രോ ഇങ്ങോട്ടേക്ക് എന്തൊക്കെയാണ് ദൈവത്തിന് മാത്രം അറിയാം. ഇതാണ് ആ ബംഗ്ലാവ് കേട്ടോ. ബ്രിട്ടീഷുകാർ പണ്ട് താമസിച്ചിരുന്ന ബംഗ്ലാവാണിത്. ആഞ്ഞിൻ വോഹോ താഴ്വരയിൽ വോഹോ രക്കടമ്പ് പൂക്കുമ്പോ ലാലല്ലൽ മഞ്ഞണിഞ്ഞ് വോഹോ പൊട്ടു തൊട്ട് വോഹോ. ആദ്യം ഇത് ഫുള്ള് കാണാം കേട്ടോ. ഇവിടെ ഒരു മരമൊക്കെ ഉണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറി നോക്കാം. ആരൊക്കെ മാങ്ങയൊക്കെ തിന്ന് തീയൊക്കെ കൂട്ടിയിട്ട ഇങ്ങനെ. ഒരു ഹൊറർ എഫക്റ്റ് ഉണ്ട് കേട്ടോ. എൻ്റെ മോനെ കേടില്ല. ഗൈസ്, ഇതാണ് ബ്രിട്ടീഷുകാർ പണ്ട് തീ കായം ഉപയോഗിച്ചിരുന്ന സാധനം കേട്ടോ. ഇവിടെ മഞ്ഞുണ്ടാപ്പോഴേ ഇതിൽ തീയിട്ടാണ് കായണത്. ഗൈസ്, അപ്പോൾ ഇതാണ് അവരെ കിച്ചൺ കേട്ടോ. പണ്ടത്തെ കിച്ചണാണ്. കിച്ചൺ ഇതാണ് ഇതിൻ്റെ ബാക്ക് വശം. ഗൈസ്, ഇവിടെ മെയിനായിട്ടുള്ള പ്രശ്നം ഞാൻ കണ്ടതേ ഫുള്ള് പ്ലാസ്റ്റിക് ആണ് കേട്ടോ. ഫുള്ള് പ്ലാസ്റ്റിക് വാരി കൊണ്ടിട്ടേക്കാണ്. ഗൈസ്, ദയവ് ചെയ്ത് ഇവിടെ വന്നവർ പ്ലാസ്റ്റിക് ഒന്നും കൊണ്ടുവന്ന് ഇടരുത് കേട്ടോ. കൊണ്ടുവന്നാൽ പോലും ഇടരുത്. ഇവിടെ നമ്മൾ തന്നെ നമ്മളെ സ്ഥലങ്ങളിലെ വൃത്തികേടാക്കിയാലേ നമ്മൾ വിചാരിച്ചാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുപോകണം. ഇവിടെ നിന്ന് ഇടരുത്. ഇവിടെ ഫുള്ള് വേസ്റ്റ് ആണ് കേട്ടോ, പ്ലാസ്റ്റിക്. ഗൈസ്, അപ്പോൾ ഒരു 10 മിനിറ്റ് ഒന്ന് കിടക്കാൻ കേട്ടോ. അവിടെ നല്ല സുഖമുണ്ട്, നല്ല തണുപ്പാണ്. എൻ്റെ പൊന്നോ, അയ്യോ, അടിപൊളി കേട്ടാ. ഇങ്ങോട്ട് നോക്കിയാണ് ഒരു കാറ്റാടി മരമുണ്ട്. ഇവിടെ ബംഗ്ലാവും ഉണ്ട് കേട്ടോ. ചുമ്മാ ബ്രിട്ടീഷുകാർ ഇത് ഉണ്ടാക്കിയിട്ട കേട്ടാ. എന്തൊരു സുഖമാണെന്ന് അറിയാമോ, മഞ്ഞും കൊണ്ട് ഇങ്ങനെ കിടക്കാൻ. അയ്യോ ഗൈസ്, ഒരു 10 മിനിറ്റ് ഒന്ന് കിടന്നിട്ട് നമുക്ക് ഇവിടുന്ന് വിടാം. ഓക്കെ ഗൈസ്, അപ്പോൾ യാദൃശ്ചികമായിട്ട് കണ്ടതാണ് ഒരു കിണർ കേട്ടോ. അതിൽ വെള്ളം പറയുന്നു. പമ്പ് ചെയ്യണതല്ല, മലയിൽ നിന്ന് കണ്ട പറഞ്ഞ വെള്ളമുണ്ട്. ഗൈസ്, അപ്പോൾ മഴ പറഞ്ഞു കേട്ടോ. നമുക്ക് പെട്ടെന്ന് അങ്ങ് എത്തണം, അല്ലെങ്കിൽ നനഞ്ഞ് കുളിച്ച് പരിപോകും. പിന്നെ ഇവിടെ അങ്ങനെ കിടക്കേണ്ടി വരും. ഇത് മോട്ടർ വെച്ച് അടിക്കാൻ അങ്ങനെ തോന്നാം കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മൾ തിരിച്ചു പോകാൻ പോവേണം കേട്ടോ. എല്ലാം പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. തിരിച്ചു പോവേണം. ഗൈസ്, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ടാണ്. ബൈ.